നഗരസഭ ഭരിക്കുന്നവർക്ക് അല്ല ആരുടെ ഇടന്നില്ല നമുക്ക് ആവശ്യമില്ല. മന്ത്രി പറഞ്ഞാൽ മതി. മാഡം റിപ്പോർട്ടർ ചാനലിലെ വാർത്ത നമുക്ക് ഉത്തരവാദിത്തമല്ല. മറ്റു കാര്യം പറയാമോ മാഡം? റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഞങ്ങൾ എങ്ങനെയാണ് മാഡം റിപ്പോർട്ടർ ചാനലിലോട്ട് പിന്നെ തർക്കിച്ചാൽ പോലെ ഞങ്ങൾ ഈ യോഗം എന്തിനാണ് സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രിയും ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവർക്കെതിരെ പോയി വിളിച്ചത്. പക്ഷെ വാർത്ത ചാനലിൽ സ്ക്രീനിൽ എങ്ങനെ വരുന്നത്? ആരോഗ്യമന്ത്രിയെ പൂവിളിച്ച് പ്രവർത്തനം കൊണ്ടുപോകും. തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കരുത്. പൂവിളിച്ചെന്ന് പറയുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അങ്ങനെ സംഭവിക്കാത്ത കാര്യം പ്രവീൺ ഇപ്പം അത് പറഞ്ഞു. പ്രവീൺ അറിഞ്ഞിട്ടുള്ള കാര്യമില്ല എന്നുള്ളത് പറഞ്ഞല്ലോ. അതെ 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 പ്രവീൺ ഇപ്പൊ സത്യം അതെ പ്രവീൺ പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞു. പ്രവീൺ അപ്പോ അത് പ്രവീണിൽ കൊടുത്ത വാർത്തയല്ല എന്ന് ഞാൻ അറിയും, മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ അത് തിരുത്താനായിട്ട് പറയണം എന്നുള്ളതേ ഉള്ളൂ. മറ്റു ചാനലിൽ കണ്ടില്ല, എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോ നമുക്ക് സംഘാടക സമിതി തുടരുകയാണ് ചെയ്യുന്നത്. ഇവര് ചോദിച്ച കാര്യം ഏഷ്യാനെറ്റ് ഇടനില നിൽക്കുന്നുണ്ടോ UDF-ന്റെ? അല്ലല്ലോ, അങ്ങനെ പറയാം. സുരേഷ് കുമാറിന്റെ വക്കാലത്തായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയേണ്ട ആവശ്യമില്ല. അത് നേരിട്ട് വന്ന് ചോദിച്ചാൽ മറുപടി അല്ല, ഏഷ്യാനെറ്റ് ഇടനില നിൽക്കേണ്ട UDF-ന്റെ കേട്ടോ. നിങ്ങൾ വരൂ, ഞാൻ കാണിച്ചു തരാം പൂർത്തിയാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ ഈ ഇതേ ആളുകളല്ലേ അപ്പുറത്ത് പൂർത്തിയായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ ആന്റോ ആന്റണിയുടെ? 3 കല്ലിട്ട കല്ല് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കണ്ടേ? ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടിന്റെ പേര് കൃഷ്ണമോഹൻ. അപ്പോ അവരുടെ പൂർത്തിയാകാത്ത പദ്ധതിയും തുടങ്ങാത്ത പദ്ധതിയും UDF കല്ലിട്ടതാണ് അല്ലേ? അല്ലേ? ആണോ കൃഷ്ണമോഹൻ? അല്ല, UDF-ന് സ്റ്റേഡിയത്തെ കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? 15 വർഷം കേരളത്തിന്റെ ബഹുമാനീയരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് കല്ലിടിയിപ്പിച്ച സ്റ്റേഡിയം എവിടെ? കൃഷ്ണമോഹൻ എന്റെ കൂടെ ഒന്ന് വന്ന് കാണിച്ചു തരാമോ? ആ കല്ല് നമുക്ക് രണ്ടും കൂടെ ആളെ നിർത്തി ഒന്ന് കുഴിച്ചിളക്കാം അവിടുന്ന്. ആ 3 കല്ലോടെ കിടപ്പുണ്ട്. അല്ല, UDF-നോട് ഞാൻ ചോദിച്ചു, വേദിയിൽ തന്നെ ചോദിച്ചല്ലോ. അപ്പൊ അവർക്ക് ബാക്കി മറുപടികൾ കേൾക്കണമായിരുന്നെങ്കിൽ അവരോട് നിൽക്കണമായിരുന്നു. അവരാലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യോഗം വിളിച്ചു ചേർത്തത്. അപ്പൊ അവരിതിൽ യോഗത്തിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾക്ക് മറുപടി പറയും. അനുമതിക്കായി 24 മണിക്കൂർ സത്യാഗ്രഹം ചെയ്യാതെ ഒരു ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയായ പദ്ധതികൾ റോഡുകൾ ഇവിടെ റോഡുകൾ അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ നിരവധി സർക്കാർ ഓഫീസുകൾ ഇവിടുന്ന് പോകുന്നൊരു എത്രയോ അതിനെപ്പറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആളുകളെല്ലാം ഇതിനെതിരെ കള്ളപ്രചരണങ്ങൾ പ്രചരിക്കുന്നതുമല്ല. ഇപ്പൊ തയ്യക്കാർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ മതി. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കത്രിക കിട്ടും. ആ അവസ്ഥയിലേക്ക് മാനംകെട്ട വിരോധാഭാസമാണ് ഈ മന്ത്രി ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു സംഘാടക സമിതി വിളിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ട ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ. ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇടതുപക്ഷ ഭരണം ജനങ്ങളെ ആകമാനം ദ്രോഹിക്കുന്ന നടപടിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടി ഇത് അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ സംഘാടക സമിതി. ഞങ്ങൾ ആരെയും അടിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല. ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കുവാൻ മന്ത്രി തയ്യാറാകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ, എസ്എഫ്ഐയുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യാൻ. സ്റ്റേഡിയത്തിൽ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. അതിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അതാരും വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതൊരു ഗവൺമെന്റ് വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യം. പക്ഷെ എല്ലാ അധികാരവും പോയില്ലേ? 13 ഏക്കർ സ്ഥലത്തിന്റെ അധികാരം പോയില്ലേ? അവിടെ ഇനിയും ആളുകൾക്ക് ഈ ജനങ്ങൾക്ക് ഈ സ്റ്റേഡിയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസരമാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കപട ഉദ്ഘാടനം നടത്തുന്നത് ഞങ്ങൾ പറയുന്നത്. ഈ കപട ഉദ്ഘാടനം നടത്താതെ ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനം ചെയ്യണം. കപട ഉദ്ഘാടനം വെച്ചാൽ അപ്പൊ കഴിഞ്ഞ തവണ ഇവർ ചെയ്തതുപോലെ എന്തെങ്കിലും ഒക്കെ
കാട്ടിക്കൂട്ടിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെയായിട്ട് ഞങ്ങളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ഈ കള്ള കപട ഉദ്ഘാടന മാമാങ്കത്തിന് എതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.